ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു ഫോൺ റെക്കോർഡിങ്സ് കാണിക്കുകയാണ് കേട്ടോ, കേൾപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി അലീന ആകെ തകർന്നു പോവാട്ടോ. ഇനി എന്താ പറയണമെന്ന് അലീനയ്ക്ക് തന്നെ അറിയില്ല. അലീന എന്ത് ചെയ്യണം? തൻ്റെ സംഭാഷണം തൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളതെന്നും ഒക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതോടുകൂടി അലീനയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യാതെ അവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് ഓടി പൊട്ടിക്കരയാണ് കേട്ടോ. അവിടെ നിന്നും കൊണ്ട് തകർന്നു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ പൊത്തി അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്, ഈശ്വര, ഞാൻ ബ്രിജിതാമയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിച്ചല്ലോ. അപ്പോൾ ബ്രിജിതാമ അന്ന് പറയണ്ട്, മോളെ, നീ അവിടുത്തെ യഥാർത്ഥത്തിൽ അവരുടെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തകർന്നു പോകുന്നൊരു കുടുംബമാണത്. ഒരു കാലത്തും നിൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു രഹസ്യം ആരും അറിയരുത്, അതെനിക്ക് വാക്ക് തരണം എന്നും പറഞ്ഞ് ബ്രിജിതാമ്മ അലീനയുടെ കയ്യിൽ നിന്ന് അന്ന് വാക്ക് വാങ്ങിച്ചിരുന്നു. അതിപ്പോൾ തെറ്റിപ്പോയല്ലോ. അതെല്ലാം കൂടെ കൊണ്ട് ആകെ നമ്മുടെ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അലീന പൊട്ടി കരയട്ടോ. അയ്യോ, കൈവിട്ട് പോയല്ലോ, എല്ലാം പോയി, എല്ലാം തകർന്നു, എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ. ഇതൊക്കെ ഓർത്താണ് അലീന അവിടെ നിന്ന് കരയണേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ കുറേ സമയം അതിനകത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് അലീന വീണ്ടും ആവോളം പൊട്ടിക്കരയണുണ്ട്. മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പരിസരബോധം വീണ്ടെടുക്കാട്ടോ. തൊട്ടടുത്ത് അത് ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ചുറ്റും ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് പതുക്കെ കണ്ണും മുഖവും ഒക്കെ തുടച്ച് എണീറ്റ് വരുന്നുണ്ട് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക്. എന്നിട്ട് സാർ എന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ നോക്കുമ്പോൾ അലീന ആകെ കരഞ്ഞ് ക്ഷീണിച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയ്ക്കും പിന്നെയും സങ്കടം പൊട്ടിപ്പോവുക. ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കിയിട്ട് വീണ്ടും പൊട്ടി ഞാൻ കരയാട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അലീന കരയരുത്, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുക. ഉടനെ അലീന 2 കൈയെടുത്ത് കൂപ്പിയിട്ട് പറയാം, എന്നോട് ക്ഷമിക്കണേന്ന്. അപ്പോൾ വീണ്ടും അയാൾ അടുത്തേക്ക് പറഞ്ഞതും പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ കാലിൽ വീഴുക. കാലിൽ വീണിട്ട് അങ്ങ് പൊട്ടി കരയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയണേ, എണീക്കാൻ എന്നോടല്ല എണീക്കാൻ പറഞ്ഞത്. അപ്പോൾ ദൈവത്തെ കൊടുത്ത് എന്നോട് പൊറുക്കണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയാം, കരച്ചിൽ നിർത്ത് അലീനെ, നിർത്ത്, ഞാനൊരു അടി പറ്റിച്ചു തരും, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക, കരയരുത് എന്നൊക്കെ പിന്നെ കൈയെടുത്ത് ഓങ്ങുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണേ സാർ, എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ ഉടനെ അയാൾ പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് എന്നെ പറയാം. ആഴ്ചകൾക്ക് മുന്നേ ഞാൻ അറിഞ്ഞതാ നീ ആരാണെന്ന്, എന്നിട്ടും നീ ഇപ്പോഴും ഇവിടെ തുടരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഞാൻ നിന്നോട് ക്ഷമിച്ചത് കൊണ്ട് മാത്രമല്ലേ? അല്ലേന്ന്? അതെ. പിന്നെ ഞാൻ അറിഞ്ഞതിന് ശേഷം നിന്നോട് ഞാൻ വിരോധം കാണിച്ചിട്ടുണ്ടോ? സ്നേഹമായിരുന്നോ നിനക്ക് നിന്നോട് എനിക്ക്, അതോ ദേഷ്യമായിരുന്നോ? സ്നേഹമായിരുന്നു എന്ന് അലീന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയട്ടോ. എന്തുകൊണ്ടാ? അറിയില്ല, എനിക്കറിയില്ല. വൈജയന്തിയുടെ മോളായതുകൊണ്ടാണോ? അറിയില്ല. പക്ഷേ അതല്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചെന്നറിയോ? നീ എത്ര കാര്യമായിട്ടാണ് ഈ കുടുംബം നോക്കിയത്, എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ എത്ര സ്നേഹത്തോടുകൂടിയാണ് നമ്മുടെ കൂടെ നിന്ന് ഞങ്ങളെയൊക്കെ നോക്കിയത്. അതുകൊണ്ടാണ് എനിക്കിത്ര സ്നേഹം നിന്നോട്. പിന്നെ അപ്പോഴൊക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ, അതുകൊണ്ടല്ലേ പിന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ പൊട്ടിക്കരയണം കേട്ടോ. ഏതെങ്കിലും ഒരു ഭർത്താവിന് ഇതൊക്കെ ക്ഷമിക്കാൻ കഴിയുമോ? പക്ഷേ നിന്നോട് ഞാൻ ക്ഷമിക്കുകയാണ്, പക്ഷെ നിൻ്റെ അമ്മയോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അലീന പൊട്ടിക്കരഞ്ഞു പോകാട്ടോ. എന്നിട്ട് അയാൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പൊട്ടിത്തെറിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നീ ഏത് ദിവസമാണോ ഈ വീട് വിട്ട് പോകുന്നത്, അന്ന് ഈ കുടുംബം ചിതറിപ്പോവും, അറിയോ? ഞാൻ എല്ലാവരോടും പറയേണ്ടി വരും. ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ ആയുധം, നീയാണ് എൻ്റെ ആശ്വാസവും ശക്തിയും എല്ലാം നീയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇവിടുന്ന് പോകരുതെന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം എന്നെ ചങ്കല തീ അണഞ്ഞാലും, പക്ഷേ ബൈജുയോട് ചിലപ്പോൾ എനിക്ക് ക്ഷമിക്കാനും കഴിയുമായിരിക്കും. പക്ഷേ നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കുകയുള്ളൂ എന്നും കൂടെ പറയാട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയണ്ട, അതുവരെയൊക്കെ എനിക്ക് പിടിച്ച് നിൽക്കാനായിട്ട് എനിക്കൊരു ഊന്നുവടി ഉണ്ടാവണം, അത് നീയാണ്, മനസ്സിലായോ? പോരാഞ്ഞിട്ട് ഞാനൊരു പുരുഷനാണ്, ചതിക്കപ്പെട്ട പുരുഷൻ, കാലങ്ങളായിട്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനാണ് ഞാൻ. ആരും എന്നോടൊന്നും പറയാതെ എല്ലാം മനസ്സിൽ വെച്ച് ഇത്രത്തോളം പെരുമാറിയില്ലേ? ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? പറ അലീനെ, ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? ഒരാളെങ്കിലും പറ. കൃഷ്ണമോൾക്കുണ്ട്, കൃഷ്ണമോൾക്ക് പോരാ, എനിക്ക് അത്രയും പോരാ. ഞാൻ അതിലും കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടുന്നതോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാനാവില്ല. പക്ഷേ കിട്ടാതായത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ഇത്ര കാലം, അതുകൊണ്ട് എനിക്ക് സഹിക്കാനാവില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ അലീനോട് പറയട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഈ 22 വർഷത്തെ ജീവിതത്തിൽ എന്താ പറയാൻ, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇതിനിടയ്ക്ക് വെച്ച്. ഇനി എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നിനക്ക് പോകണോ വേണ്ടേ എന്ന് നീ തന്നെ തീരുമാനിച്ചു. പിന്നെ
ഞാൻ നിൻ്റെ കയ്യിൽ താക്കോൽ തന്നല്ലോ, അതുകൊണ്ട് ചെല്ല്. എന്നിട്ട് ആർക്കാ താക്കോൽ വേണ്ടത്? കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ താക്കോലിന് വേണ്ടി, തുറന്നു തരാൻ പറ. നീ ചെല്ല്, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നൊക്കെ ഇങ്ങനെ അനുവാദം കൊടുക്കാൻ കേട്ടോ. അലീന അവിടെ നിന്ന് പതിയെ ഒന്നും കൂടെ ബാലചന്ദ്രനെ നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരിക. വൈജയന്തി അവിടെ നിൽപ്പുണ്ട്. വൈജയന്തിയെ നോക്കിയിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം, ഒന്നും അലീനയ്ക്ക് ഒരു നിവർത്തിയില്ല. ഒരുപാട് സമയം വൈജയന്തിയുടെ മുഖത്ത് നോക്കി നിൽക്കാട്ടോ. പൊട്ടിക്കരയുകയും ചെയ്തു. എന്താടി നീ കരയുന്ന എന്തിനാന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഒന്നും പറയാൻ പറ്റണില്ല. നിന്നെ ബാലചന്ദ്രനെ അടിച്ചോ അതോ വഴക്ക് പറഞ്ഞോ, എന്ത് ചെയ്തു, നീ കരയുന്ന എന്തിനാ? എന്നിട്ടും അലീന അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങിയിട്ട് ഈ താക്കോൽ അങ്ങോട്ട് കൊടുക്കാട്ടോ. നീ ഒരു കാര്യം ചെയ്യുവാ, തുറന്നു തരാം, പൊക്കോ എന്ന് പറഞ്ഞ് ഡോറ് തുറന്നിട്ട് ചെല്ലാട്ടോ. ഇല്ല, എനിക്ക് പോവാൻ കഴിയില്ലേ? നീ പോവാൻ വേണ്ടി റെഡിയായി നിന്നവളല്ലേ? ഇല്ല, ഞാൻ പോവില്ല. ദയവ് ചെയ്ത് എന്നെ പോവാൻ വേണ്ടി പറയല്ലേ, അനുവദിക്കല്ലേ, ഞാൻ ഇവിടുത്തെ പോവില്ല. അതിനുവേണ്ടി ബാലചന്ദ്രൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പോകണ്ടെന്ന് പറഞ്ഞോ? ഞാൻ പോവില്ല മാഡം, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നെ പറഞ്ഞു വിടല്ലേന്ന്. അങ്ങനെ എങ്ങാനും അലീനയ്ക്ക് ഇവിടുന്ന് പോയാൽ എല്ലാ സത്യാവസ്ഥയും വൈജയന്തി അറിയൂലേ, കുടുംബം തകരൂലേ? അതുകൊണ്ടാണ് തൊഴുതു പറയാട്ടോ. ഞാൻ നിങ്ങളോട് തൊഴുതു പറയാം, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കും, ഞാൻ കാല് പിടിക്കാം, എന്നോട് പോകാൻ പറയല്ലേ പ്ലീസ്. എടി, നിൻ്റെ അഭ്യാസം എല്ലാം നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി, നിന്നെ ഞാനിതിപ്പോൾ ശരിയാക്കും എന്ന് പറഞ്ഞ് കൈ ഒങ്ങി അടിക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ മേളിൽ നിന്ന് പറയുന്നുണ്ട്, തൊട്ട് പോകരുത് അവളെ ഞാൻ പറഞ്ഞു അവളോട് പോകരുതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് ഇവിടുന്ന് ഇറങ്ങി പോകരുതെന്ന്. ഞാൻ പറയാതെ അവൾക്ക് ഇവിടുന്ന് കടുകിട ചലിക്കാൻ പറ്റത്തില്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഉടനെ വൈജ പറയാം, പറ്റത്തില്ല, ഇന്ന് ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞേക്കണം. ഇല്ലെങ്കിലേ എൻ്റെ പേര് വൈജയന്തി എന്നല്ല. അല്ല, എനിക്കറിയാടി അല്ലെന്ന്. ആ പേര് ഞാൻ കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നിൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ, നിൻ്റെ കൊലകമ്പൻ ആങ്ങളെ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, നമുക്ക് നോക്കാം എന്താ വേണ്ടെന്നുള്ളത്. ഇവനെയൊക്കെ കണ്ട് പേടിച്ച് അകത്ത് ഞാൻ ഇരിക്കുമെന്ന് നീ വിചാരിച്ചോ? നീ എന്താടി വിചാരിച്ചത്? തന്നെ നിൻ്റെ ആങ്ങളമാരെല്ലാം ഇങ്ങോട്ട് വന്ന് മസിൽ പിടിച്ചാൽ ഞാനെന്താ പേടിച്ച് വിറച്ച് അകത്തിരിക്കുന്നതാണോ? ഞാനിവിടെ റെഡിയായി തന്നെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, എനിക്ക് സംസാരിക്കാനുണ്ട് കുറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വായിച്ച മിണ്ടാതെ എന്ത് പറയണം ഒന്നും അറിയാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ ദേഷ്യം പിടിച്ച് അങ്ങ് പോവുകയാണ്. അലീനയാണെങ്കിൽ മാറി നിന്ന് അവിടെ പോയിരുന്ന് പൊട്ടിക്കരയാനും തുടങ്ങി. ഇനി അവസാനം ഒരു രക്ഷയില്ല. വീണ്ടും ഈ സഹോദരനെ വിളിക്കാട്ടോ, രാജീവിനെ. എന്നിട്ട് പറയാം, പിന്നെ രാജീവേ, ഇതുവരെയായിട്ട് അവൾ പോയിട്ടില്ല. അതെന്താ പോവാത്ത? രാവിലെ പോവാന്ന് പറഞ്ഞ് താക്കോല് കിട്ടിയില്ലേ? താക്കോലെല്ലാം കിട്ടി. അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നു ബാലചന്ദ്രൻ പറഞ്ഞു കാണും പോകണ്ടാന്ന്. അവൾ പോകുന്നില്ല, ഒരു വിധത്തിൽ പോകുന്നില്ല. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. ബാലചന്ദ്രൻ അവളെ അടിക്കുകയും മറ്റോ ചെയ്തോ അറിയില്ല, അവൾ ഭയങ്കര കരച്ചില്ല. ശരി, എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോണും വെക്കാട്ടോ. അപ്പോൾ മനുവിനോട് കാര്യങ്ങൾ പറയാം. മനു, നീ വിചാരിച്ചതല്ല, കാര്യങ്ങളൊന്നും ഒരു നടയ്ക്ക് പോണ ഇതല്ല. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഓടിച്ചിരിക്കും. എൻ്റെ കൊച്ചിച്ച ചാടി കയറി ഒന്നും ചെയ്തേക്കല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ അങ്കിളിന് ദേഷ്യം പിടിപ്പിക്കരുത്, പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. എടാ, നീ പറയും പോലെ നീ പറഞ്ഞാൽ അലീന കേൾക്കോ? അലീന പോവോ? ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ വേണമെങ്കിൽ ആദ്യം അങ്ങോട്ട് പോയി ഒന്ന് സംസാരിച്ച് നോക്കാം. അത് കഴിഞ്ഞ് കൊച്ചിച്ചൻ പോയാൽ മതി. വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുതേ. അപ്പോൾ ഉടനെ കമല പറയാം, അതെ, അങ്ങോട്ട് ചെന്നിട്ട് അവളെ പിടിച്ചിറക്കിയിട്ട് 4 അങ്ങോട്ട് പറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഇറങ്ങി പൊടിയെന്ന് പറയണം. അതാണ് വേണ്ടത്. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എരുതിയിലെ എണ്ണ ഒരു ഒഴിക്കില്ലേ, മിണ്ടാതിരുന്നോളണം. എന്തായാലും ഒരു കാര്യം ചെയ്യും മനു, നീ എന്നാൽ ആദ്യം പോയൊന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോവാം. നീ പറഞ്ഞാൽ അവൾ കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പോവാൻ പറഞ്ഞു നോക്കാം. ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്കിളിനോട് കൊച്ചനോട് വന്ന് കാര്യങ്ങൾ പറയാം. കൊച്ചൻ ബാക്കിയെല്ലാം ഡീൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മനു നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കടപ്പാട്ടേക്ക് വരുവാട്ടോ. വന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈജയാണ് കയറി വരുന്നത്. വൈജ ചോദിക്കുന്നുണ്ട്, എന്താ നീ വന്നത്? ഞാനിവിടെ വന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ നിന്നോടല്ലല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഞാൻ രാജീവിനോടല്ലേ. അതെ, കൊച്ചിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവസാനമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് നീ ഒന്നും സംസാരിക്കണ്ട. എനിക്ക് പറയാനായിട്ട് ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവളെ ഇവിടുന്ന് അടിച്ചിറക്കുക, ഇവിടുന്ന് പോകണം, അവളിവിടെ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി, എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് നേരെ ബാലചന്ദ്രനെ കാണാനായിട്ട് മേളിലേക്ക് കയറി ചെല്ലട്ടോ. ബാലചന്ദ്രന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിലും ബാലചന്ദ്രൻ എന്തോ അതത്ര തുറന്നു പറയാൻ മനുവിനോട് പറ്റുന്നില്ലെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ട്. ബാലചന്ദ്രൻ പറയാതെ അലീന അവിടെ നിന്ന് ഒരടി നീങ്ങില്ല എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.